എന്നിട്ട് ഒരിടയ്ക്ക് ഒത്തിരി സിനിമകൾ ചെയ്യും, അതിൽ ഭൂരിഭാഗവും ബോംബായി പോവുകയും ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് മാറി. അപ്പൊ ആ സമയത്ത് എപ്പോഴെങ്കിലും ഈ പുല്ല് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ഒരു ഒരു ആ ഒരു ഫ്ലോയിലൊക്കെ പോവാന്നല്ലാതെ നമ്മൾ അതിനെ കുറിച്ച്, കാരണം അച്ഛനോ കഴിഞ്ഞ എപ്പോഴോ എന്നോട് നമ്മളൊരു ഇന്റർവ്യൂ വരുന്ന സമയത്ത് ചോദിച്ചു. ആ സമയത്ത് അവര് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നമ്മൾ ഈ പറഞ്ഞ ഞാൻ മിക്ക സിനിമകളും ചെയ്ത മഹേഷേട്ടനൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ ചെയ്ത മിക്ക സിനിമകളും പുതുമുഖ സംവിധായകരോടെ. ഈ പുതുമുഖ സംവിധായകരോട് ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ സിനിമ ഓടിയില്ലെങ്കിൽ പിന്നെ അവർക്കൊരു കരിയർ, രണ്ടാമത്തെ സിനിമ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പാടാണ്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മലയാള സിനിമ മോശ സിനിമയിൽ ആദ്യ സിനിമ പൊട്ടിച്ച ഒരാൾക്ക് രണ്ടാമത്തെ സിനിമ കിട്ടുമല്ലോ. അങ്ങനെ നോക്കുമ്പോ ഇവരാരും തന്നെ ഒരു ബോംബ് ഇറക്കിയേക്കാം അല്ല ബോംബ് ഇട്ടേക്കാന്ന് വെച്ച സിനിമയിൽ നിന്നല്ല. ഏതെങ്കിലും ഒരു ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സിനിമ വീണു പോകാം, അല്ലെങ്കിൽ ഈ സമയത്ത് ഈ സിനിമയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ സിനിമക്ക് എന്ത് റെലവൻസ് എന്നൊക്കെ തോന്നിയിട്ട് ആൾക്കാരൊന്ന് റിജക്ട് ചെയ്ത് കളയും സിനിമ. അങ്ങനെ ഇപ്പം എനിക്ക് ഇതേപോലെ ബുള്ളറ്റ് ഡയറീസ് എന്ന് പറഞ്ഞ പടം നേരത്തെ പറഞ്ഞ അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയെ കുറിച്ച്. ഞാൻ ഭയങ്കര സിമ്പിൾ ഡയറി എന്നൊക്കെ പറഞ്ഞ അശ്വന്ത് അഭിപ്രായം, ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയത് ഇല്ല. എന്നാ പിന്നെ അശ്വന്ത് അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. കാരണം അത് December 15 സിനിമ ഇറങ്ങിയത്. 22 പുതിയ ക്രിസ്മസ് സിനിമകൾ വരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇത്രയും സിനിമകൾക്കിടയിൽ നമ്മള് ആകെ അഭിപ്രായം കിട്ടിയത് എനിക്ക് തോന്നുന്നു ഉടലും മറ്റേ നദികൾ സുന്ദരിയോമിന് തരക്കേടില്ലാതെ തിയേറ്ററിൽ അത്യാവശ്യം ആള് കയറി. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ ഇത്രയും സിനിമകൾക്കിടയിൽ ഇത്രയും ഒരു 3-4 സിനിമകൾ മാത്രമേ ഓടുന്നുള്ളൂ. അതും മലയാളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം എടുത്തു നോക്കുമ്പോൾ തന്നെ ഞാൻ ഇത്രയും ഗണ്ണത്തിൽ ഇത്രയും സിനിമ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. അല്ലാതെ എന്റെ കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള പലരുടെ സിനിമ ഓടാൻ പറ്റില്ല. സത്യമല്ലേ? എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള കുറെ പേരുടെ സിനിമയൊന്നും ഓടുന്നില്ല. കാരണം 100, 110, 30 സിനിമയിൽ നിന്ന് ഓടുന്നത് എനിക്ക് തോന്നുന്നു 10-20 സിനിമകളാണ് കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ ഓടിയത്. പക്ഷെ ഞാൻ എണ്ണത്തിലൊരു 30-40 സിനിമ എന്റെ ഉണ്ട്. നമുക്ക് റേഷ്യോ കണക്ക് നോക്കുമ്പോൾ കുറച്ചധികം കൂടുതൽ ചെയ്യുന്നുണ്ടോ. ഇപ്പൊ ഈ വർഷം മാറിയ സിനാരിയോ ഒക്കെ മാറി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ പോലെയല്ലേ ഈ വർഷം തുടക്കത്തിൽ തന്നെ തിയേറ്ററിൽ ആൾക്കാർ വന്നു തുടങ്ങി, സിനിമകൾ ഹിറ്റാവുന്നു. അപ്പൊ ഒരു നല്ല കാലം എന്ന് പറയാൻ പറ്റില്ല, സുവർണകാലം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആൾക്കാര് തിയേറ്ററിലേക്ക് വന്നു തുടങ്ങി എന്നുള്ള ഒരു വലിയ സന്തോഷം തന്നെ. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ആൾക്കാര് നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറി കണ്ടേക്കാം അല്ല കണ്ടു നോക്കാം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡിലും ജനങ്ങളുടെ ഒരു മനസ്സിൽ സിനിമയ്ക്ക് വീണ്ടും ഒരു പ്രയോറിറ്റി ആയി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ മുന്നത്തെ വർഷത്തെ പോലെയല്ല. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ നല്ലത് മാത്രം നോക്കിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പോകുന്ന പോലെ തന്നെ പോവുക. നല്ലതും വരും, ഈ പറഞ്ഞ പോലെ മോശം സിനിമകളും വരും. അതിന് ഞാനിപ്പോ എന്തായാലും വളരെ ചൂസ് ചെയ്തതെല്ലാം പിക്ക് ചെയ്തിട്ടൊന്നും പോകുന്നില്ല. ഇത് തോന്നുന്ന പോലെ പോകേണ്ടതായിരിക്കും. ജാൻചേട്ടൻ അങ്ങനെ സിമ്പിൾ ആവുക. കാരണം വേറെ ആക്ടർ ഇങ്ങനെ ഇത്ര പടം ചെയ്തു എന്റെ ഇത്ര കൊണ്ടി ജാൻചേട്ടൻ സിമ്പിൾ ആയിട്ട് നിനക്ക് എത്ര കാലമായിട്ട് അറിയാം? ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിലല്ലേ ഉള്ളു. സിമ്പിൾ ആവട്ടെ. നമ്മളെത്ര കാലമായി കാണുന്നു. സുന്ദരനായ ഒരു പ്രൊഡ്യൂസർ അഭിനയിച്ചപ്പോ എങ്ങനെ അത് അല്ല പുള്ളി എനിക്കൊരിക്കലും ബെഞ്ചേട്ടൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളായിട്ടോ അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇത്രയും ആർട്ടിസ്റ്റ് നമ്മൾ കുറെ കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളുടെ ഒരു അങ്ങനെ ഒരു ഇൻഹിബിഷനോട് കൂടി ചെയ്തതായിട്ടോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. പുള്ളി വളരെ തന്മയത്തോടു കൂടി ആ ക്യാരക്ടർ പുള്ളി ചെയ്യേണ്ട സാധനം പുള്ളി വളരെ ഭംഗിയായിട്ട് രസകരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഫസ്റ്റ് സിനിമ അല്ലെങ്കിൽ അതും കുറെ ഡയലോഗുകളും കുറെ സീനുകളും ഒരു ഇതിന്റെ ഒരു ക്രൂഷ്യൽ പ്രധാന കഥാപാത്രമാണ് പുള്ളി ചെയ്തത്. അപ്പൊ ആ രീതിയിൽ ഫസ്റ്റ് സിനിമ എന്ന രീതിയിൽ പുള്ളി ഡെഫിനറ്റ് ആയിട്ടും ആ ക്യാരക്ടറിന്റെ ജസ്റ്റിസ് കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ടെടുത്തോളം. സിനിമ എന്തായാലും പ്രേക്ഷകരുണ്ട്. അതെ മഹേഷ് സിനിമ കാണണമെന്നുള്ള അഭിപ്രായമാണ്. അതെല്ലാരും പറയുന്നുണ്ട്. എല്ലാ സിനിമ റിവ്യൂസിന്റെ പിറകെ പോകാതെ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇതൊരു മഹത്തായ ഭയങ്കര സിനിമയൊന്നുമില്ല.
ഒരു കുഞ്ഞു സിനിമയാണ്, ഞങ്ങളുടെ ഒരു വലിയ ശ്രമമാണ്. അത് ഞങ്ങൾ കഴിയുന്ന രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങളുടെ വിശ്വാസമാണ്. അത് ദയവിധം തിയേറ്ററിൽ പോയി കണ്ട് ഞാൻ വിലയിരുത്തണമെന്നാണ്. മറ്റുള്ളവര് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പോകാതിരിക്കരുത്. തിയേറ്ററിൽ തന്നെ പോയി കണ്ടതിന് വിലയിരുത്തുക. ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമാവില്ല ഈ സിനിമ എന്നൊരു വിശ്വാസം. ചേട്ടൻ പറഞ്ഞില്ലേ സുവർണ കാലഘട്ടമാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം. ഇപ്പൊ നമ്മുടെ പല സിനിമകളും തിയേറ്ററിൽ പോകാൻ വിജയം നല്ല കളക്ഷൻ നേടി പോകുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് കുറെ ആളുകൾ പറയുന്നത് ഈ സിനിമ എന്താ ഇത്ര ഹിറ്റ് ആയത്, ഇതിനകത്ത് അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണല്ലോ, ഇത് അങ്ങനെ ഹിറ്റ് ആവേണ്ട കഥയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ അതിന് ഉത്തരവായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കഥയ്ക്കപ്പുറത്ത് ആളുകളെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്ന കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമ ഈ അടുത്ത കാലത്തായി സിനിമ വിജയിക്കുന്നതല്ല, കഥയ്ക്കപ്പുറത്ത് ഒരു കണ്ടന്റ് ഉണ്ടെന്നുള്ള എന്റർടൈൻമെന്റ് ആളുകളെ രസിപ്പിക്കുന്നുണ്ടെങ്കിൽ വിജയിച്ചു പോകുന്ന ഒരു ഫോർമുലയാണെന്ന് തോന്നുന്നു ഇപ്പൊ വന്നു പോകുന്നത്. അതായത് ട്രെൻഡിനനുസരിച്ച് ഇപ്പൊ ഭൂരിഭാഗം ആളുകളും നല്ലതാണെന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ മോശമാണെന്ന് പറഞ്ഞാൽ കുഴപ്പമാകുമോ എന്ന രീതിയിൽ എല്ലാവരും ആരും മോശമാണെന്ന് പറയുന്നില്ല. ആ സിനിമ കണ്ടോ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ, തരക്കേടില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പൊ സുവർണ്ണ കാലഘട്ടം എല്ലാവരും സുവർണ്ണ കാലഘട്ടം എന്ന് വിശേഷിക്കുമ്പോ രഞ്ജേട്ടൻ അങ്ങനെ സുവർണ്ണ കാലഘട്ടമാണെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചത്. ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഒരു ലോങ് പീരീഡ് അല്ലേ പറയും. ഇപ്പൊ നമ്മൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസത്തിനടങ്ങിയ സിനിമകളാണ് ഇപ്പൊ ഓടിയ സിനിമകളൊക്കെ. തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു അത്ര 1000 കോടിയോ 500 കോടിയുടെ ഏറ്റവും മലയാള സിനിമക്കല്ലേ എത്രയോ 1000 കോടിയുടെ ഏറ്റവും വന്നു. അപ്പോ ആ രീതിയില് ആദ്യം ചോദിച്ച ചോദ്യത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സിനിമകൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത സിനിമ ഇത് OTT വരുമ്പോഴാണ് ഇപ്പം സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ OTT വരുമ്പോഴാണ് ആൾക്കാർ പിന്നെ മിക്സഡ് അഭിപ്രായം വരുന്നത്. മിക്കതും OTT കാണുന്ന ആൾക്കാർ തിയേറ്ററിൽ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. ചില സിനിമകൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിന്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ചില സിനിമകൾ, ഞാൻ തിയേറ്ററിൽ പോയിട്ട് എല്ലാ സിനിമകളും കാണുന്ന ആളല്ല. തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഓടിയ സിനിമകൾ OTT കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് ഓടി, ഇത് എന്തായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മളൊരു തിയേറ്ററിൽ ഇരുന്നിട്ട് കുറെ ആൾക്കാരെ കൂടെ ഇരുന്നിട്ട് ആൾക്കാർ ചിരിക്കുമ്പോൾ അതിന്റെ ഒപ്പം നമ്മൾ ചിലപ്പോൾ ചിരിക്കും. അതിന്റെ ഒരു മൂഡ് പറയാണ്, വലിയ സ്ക്രീനില് സൗണ്ടില് ആ ഫുൾ എക്സ്പീരിയൻസ് പറയാം. അതേ OTT വന്നിട്ട് നമ്മൾ വീട്ടിൽ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ചാരി ഒരു കസേരയിൽ ഇരുന്നിട്ട് കാണുമ്പോൾ നമ്മൾ കൂടുതൽ എന്താ പറയണ്ടേ ക്രിട്ടിക്കലായിട്ടും നമ്മൾ ബ്രേക്ക് എടുത്തിട്ടും പോസ് എടുത്തിട്ടും നമ്മുടെ ആസ്വാദന ലെവൽ കുറച്ചുകൂടെ ഒരു വളരെ ക്രിട്ടിക്കലായിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടെന്നിരിക്കുള്ളൂ. പിന്നെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാക്ടറാണ്. വീട്ടിൽ നമ്മൾ ഇന്ന് TV-ലൊക്കെ ഇരുന്ന് കാണാൻ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഒരു ത്രില്ലർ സിനിമയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവമുള്ള സിനിമകളൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നേരെ വീട്ടിൽ വന്നിട്ട് കാണുന്ന സമയത്ത് ചിലപ്പോൾ അത് ആ ഒരു സെയിം ഒരു എഫക്റ്റ് ഇമ്പാക്ട് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കാണണമെന്നില്ല. അതുകൊണ്ടാണ് പല സിനിമകളും OTT വരുന്ന സമയത്ത്, അല്ലെങ്കിൽ OTT കാണുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സ് ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ മാക്സിമം ആൾക്കാർ തിയേറ്ററിൽ പോകാൻ പറ്റാത്ത 35 അല്ലെങ്കിൽ ആ ഒരു കുറച്ചൊരു മിഡിൽ ഏജ് അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ആൾക്കാരാണ് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത, ചെറുപ്പക്കാരല്ലാത്ത കുറെ ആൾക്കാരാണ് OTT പിന്നെ പുറത്തുള്ള പ്രവാസികൾ അല്ലെങ്കിൽ അവരൊക്കെയാണ് OTT നിന്ന് കാണുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത സിനിമ TV-യിൽ നിന്ന് കാണുന്ന സമയത്ത് ഇത് എന്തുകൊണ്ട് ഓടിയെന്നൊക്കെ സംശയം വരും. കാരണം യൂത്ത് ആണ് പല സിനിമകളും, യങ്സ്റ്റേഴ്സ് ആണ് ഈ പറഞ്ഞ സിനിമകളൊക്കെ വിജയിപ്പിച്ചതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഏജ് ഗ്രൂപ്പിനെ ക്യാറ്റർ ചെയ്ത സിനിമകളാണ്. ഇപ്പോ ഞാനിപ്പോ ഹൃദയത്തിന്റെ നമ്മുടെ സിനിമകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹൃദയം, ഇപ്പൊ ആവേശം വർഷങ്ങൾക്ക് ശേഷം. ആവേശം യൂത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യങ്സ്റ്റേഴ്സ് ആയിരുന്നു. അതിന്റെ മ്യൂസിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന്റെ മേക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതൊരു ഫെസ്റ്റിവൽ സിനിമ. അതേ വർഷങ്ങൾക്ക് ശേഷം ഡ്രാമയാണ്, ഇമോഷണൽ ഡ്രാമയാണ്. ആ രീതിയിൽ ഏട്ടന്റെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്, ഫാമിലി അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഡയറക്ടറിനെ വിശ്വസിച്ചു പോകുന്ന ഫാമിലി ഓഡിയൻസ് ഉണ്ട്. അവരാണ് പിന്നെ നമുക്കൊരു ഇനീഷ്യലി കിട്ടിയതൊക്കെ ആ ഇന്റർവ്യൂന്നും പരിപാടി നിന്നൊക്കെ കിട്ടിയത്. കാരണം സാധാരണ ഏട്ടന്റെ സിനിമകൾക്ക് കിട്ടുന്ന ഒരു പാട്ടിന് ഒരു വെൽക്കമിങ് ഒന്നും ആ സിനിമക്ക് കിട്ടിയത്. അപ്പം എനിക്ക് തോന്നുന്നു മിക്സഡ് എപ്പം ഏത് ലെവലിൽ വേണമെങ്കിലും മിക്സഡ് അഭിപ്രായങ്ങൾ, സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പോലും പിന്നെ വീണ്ടും റിപ്പീറ്റ് ഇല്ലാത്ത കുറെ സിനിമകളുണ്ട്. ഇപ്പൊ നമ്മൾ TV-യിൽ വരുന്ന സമയത്തും
നമ്മള് പഴയ സിനിമകളിൽ ഇപ്പോഴും റിപ്പീറ്റ് കാണും. അല്ലാണ്ട് നമ്മൾ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ നമ്മള് റിപ്പീറ്റ് കാണുന്ന സിനിമകൾ ആക്ച്വലി വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു എന്നോട് പറഞ്ഞിട്ടുള്ള സിനിമകൾ ഇപ്പൊ കുഞ്ഞിരാമായണം റിപ്പീറ്റ് കാണുന്നുണ്ട്, ആട്, കപ്പിയാലൊക്കെ ഭയങ്കര റിപ്പീറ്റ് വാച്ചുള്ള സിനിമകൾ. പക്ഷെ അടുത്ത കാലത്ത് ഇറങ്ങിയ ഓടിയ സിനിമകളിൽ പോലും നമ്മൾ റിപ്പീറ്റ് കാണണം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ടൈം വാച്ച് എന്ന് പറയുന്ന സാധനത്തിലോട്ട് വരുന്ന പോലും. അപ്പൊ മിക്ക OTT കാണുന്ന ആൾക്കാർ ബിഗ് സ്ക്രീനിൽ OTT വരുമ്പോൾ ഈ മിക്സഡ് റെസ്പോൺസ് ഭയങ്കരമായിട്ട് വരുന്നതിന്റെ കാരണം ആ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ത്രില്ലർ സിനിമകളൊക്കെ പ്രത്യേകിച്ച് ത്രില്ലറൊക്കെ സൗണ്ടിലാണ് ആ സിനിമയുടെ ഇമ്പാക്ട് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, പേഴ്സണലി എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഈ സിനിമകളൊക്കെ എന്തുകൊണ്ടായിരിക്കും തിയേറ്ററിൽ ഓടിയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നിയ സിനിമകളൊക്കെ ഞാൻ പേര് പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും അതൊക്കെ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമകൾ പോലും അടുത്ത നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമ പോലും എന്തുകൊണ്ടായിരിക്കും ഓടിയിട്ടുണ്ടാവുക ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ മേ ബി അന്ന് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററും വീട്ടിലിരുന്ന് കാണുന്നത്. അപ്പൊ മിക്സഡ് വരുന്നത് പലപ്പോഴും ഇറങ്ങി കഴിഞ്ഞ് ഇത് സാറ്റലൈറ്റിലെല്ലാം OTT വരുമ്പോഴാണ്. അതേപോലെ ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് അഞ്ജലി മേനോൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഷെയർ ചെയ്തു, മലയാള സിനിമയുടെ നടിമാർ എവിടെ, അതായത് റീസെന്റ് ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇല്ലാത്ത സിനിമകളും ഒരുപാട്. ആവേശം നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഞ്ഞൾ കോശൊക്കെ ആണെങ്കിൽ ലേഡി ക്യാരക്ടേഴ്സ് ഇല്ല. അല്ലെങ്കിൽ അഞ്ജലി മേനോനെ പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെക്കുമ്പോൾ അതിനത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ടാണ്. അല്ല, അങ്ങനെ അത്തരത്തിൽ ഇമ്പോർട്ടൻസ്, കാരണം ഒരു കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ ഇതിൽ സിനിമയിൽ എത്ര ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷത്തില് എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ആവേശത്തിലില്ല, മഞ്ഞമ്മൽ ബോയ്സിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മലയാള സിനിമയിൽ ഇവരൊക്കെ വെറുതെ ഇരിക്കുകയാണ്. അല്ലല്ലോ, അങ്ങനെ ഒന്നുമില്ലല്ലോ. ഫീമെയിൽ ലൈക്ക് ഇവിടെ എത്ര ഫീമെയിൽ ഓറിയന്റഡ് സിനിമകൾ ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞപ്പോ എനിക്കൊന്ന് ക്യാൻസൽ ഇവര് ചെയ്ത സിനിമയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ദിവ്യപ്രഭയും ഇവരൊക്കെ കനിയൊക്കെ പോയതിനകത്ത് അവർക്ക് അവിടെ അവാർഡ് കിട്ടി. അത് ഫീമെയിൽ സെൻട്രിക് സിനിമയല്ലേ, അല്ലെ? ഫീമെയിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ്. ഞാൻ സിനിമയുടെ കഥ എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സിനിമകളില്ലാന്ന് പറയുന്നില്ല, അത്തരത്തിലുള്ള കഥകൾ ഒരു കഥയൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന പോലെയല്ലേ, അല്ലാണ്ട് ഇവരെ സ്ത്രീകളെ മൊത്തത്തിൽ മാറ്റി വെച്ചേക്കാൻ സിനിമ ചെയ്യുന്നല്ലോ. അൾട്ടിമേറ്റ്ലി സിനിമ ഓടണമെങ്കിൽ ഫീമെയിൽ പ്രസൻസ് നമ്മൾ റൊമാൻറ്റിക് സിനിമ ചെയ്യുമ്പോൾ സ്ത്രീകളെ മാറ്റി വെക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും പ്രണയ സിനിമകൾ, റോംകോം. ഇപ്പൊ ഞാൻ ആദ്യം ചെയ്ത സിനിമ ലവ് ആക്ഷൻ ഡയറക്ട് ചെയ്തപ്പോ എനിക്ക് നിവിനെ കൊണ്ട് വേറെ അല്ല, സ്വാഭാവികമായിട്ടും അത്തരം സിനിമകൾ വരുമ്പോ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന കഥകൾ സ്വാഭാവികമായിട്ടും വന്നല്ലേ പറ്റൂ. അതുകൊണ്ട് ഇല്ല, ആ രീതിയിലായിരിക്കില്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. ആണോ? കാരണം ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ കുറഞ്ഞു കാണും, അല്ലെങ്കിൽ ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു കാണാം. അതുകൊണ്ട് ചിലപ്പോ കാണാനായിരിക്കും. അല്ലാണ്ട് എനിക്കങ്ങനെ മലയാള സിനിമയില് അങ്ങനെ സ്ത്രീ സാന്നിധ്യം കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ അവരെവിടെയെന്ന്, കാരണം അവരുടെ എല്ലാവരും മിക്ക ആക്ടേഴ്സും അല്ലെങ്കിൽ മിക്ക ആക്ട്രസ്മാരും ഡേറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴും. അഞ്ജലി മേനോനെ പോലെ ഇത്ര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ടർക്ക് എന്തുകൊണ്ടായിരിക്കും ഒരു സിനിമ സംഭവിക്കാത്തത് അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ? എനിക്കറിയാം, ചില അഭിപ്രായം അതുമായിട്ട് കണക്ട് ചെയ്തായിരിക്കില്ലേ ചിലപ്പോ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കില്ല, അത് എനിക്കറിയില്ല എന്തുകൊണ്ട് അവർക്ക് സിനിമയില്ലാതെ. ഞാൻ അല്ല, എനിക്ക് തോന്നി അങ്ങനെ ഒരു കാര്യം സ്ത്രീകൾക്ക് ഒരു പ്രാതിനിധ്യത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും അവരങ്ങനെ സംസാരിച്ചെന്ന് ഫീൽ ചെയ്തായിരുന്നു. അതുകൊണ്ട് അവരങ്ങനെ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് നല്ല ഫീൽ. അടുത്ത സിനിമയിലെ സ്ത്രീകളുടെ പ്രാധാന്യം അത്യാവശ്യം നല്ല പ്രാധാന്യം. നിവിനായിരിക്കും അടുത്ത സിനിമയിലെ നായകനായിട്ട് നിവിൻ തന്നെ ആയിരിക്കും വരുന്നത്. അത് പറയില്ല, അങ്ങനെ ഒരു ആക്ടറിലോട്ട് എത്തിപ്പെട്ടിട്ടില്ല ഇപ്പൊ. നമ്മളങ്ങനെ എന്തായാലും നിവിനല്ല ആലോചന. പ്രൊഡ്യൂസറോട്, അതായത് നമ്മളിപ്പോ ഈ പറഞ്ഞ വിഷയം തന്നെ ശരിക്കും സ്ത്രീകളെ ഉൾപ്പെടുത്തി കഴിഞ്ഞാല് ഇപ്പോ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ലൊക്കേഷനിലേക്ക് എത്തുകയും ചെലവ് വർദ്ധിക്കുകയും ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ അവരുടെ കൂടെ ഒന്നെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാവും, അപ്പൊ അല്ലെങ്കിൽ അവര് അങ്ങനെ കൂടുതലായിട്ട്, അതായത് ഇപ്പൊ ഈ ചെലവ് കൂടുന്നതുകൊണ്ടായിരിക്കാം തോന്നുന്നുണ്ടോ? അങ്ങനെ അനുഭവം ഉണ്ടോ? ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും പല സ്ത്രീ കഥാപാത്രങ്ങളും ഉണ്ട്. അതിനകത്ത് അവർക്ക് അവരുടെ കൂടെ കുറെ പേര് വരികയും അവർക്കെല്ലാം ചെലവ് നോക്കേണ്ട ആവശ്യം അങ്ങനെ അതുകൊണ്ടായിരിക്കും ഈ സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ ഞാൻ അങ്ങനെ ഒരിക്കലും വിചാരിക്കുന്നില്ല.
എനിക്ക് ഇപ്പം നമ്മുടെ സിനിമയ്ക്ക് സ്ത്രീകളുടെ ക്യാരക്ടേഴ്സ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ വേണം. അതിൻ്റെ അകത്ത് ഉള്ള അവർ വരുന്നതുകൊണ്ടുള്ള എക്സ്പെൻസുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ അങ്ങനെ സോ അല്ലല്ല, ഇത് ഒരു സ്ത്രീ സംവിധായക തന്നെ പറഞ്ഞ കാര്യമാണ്. ആരും അവര് ഭർത്താക്കന്മാര് ഫാമിലിയോട് ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് പരിവാരങ്ങൾ വരും, അവരെല്ലാരും തീറ്റിപ്പോരേണ്ട അവസ്ഥ വരുന്നു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ അതാരാ എന്റെ അടുത്ത് വീഡിയോ കിടപ്പുണ്ട്. ആരാ നടിയെന്ന് അറിയാം. നടിയല്ല, സംവിധായിക. എന്റെ അടുത്തുണ്ട്. കഴിഞ്ഞ വനിതാ ഫിലിം ഫെസ്റ്റിവലില്ലേ, വനിതാ ഫിലിം ഫെസ്റ്റിവലിൽ അവിടെ ചർച്ചയ്ക്ക് വന്ന ഓപ്പൺ ഫോറത്തിൽ വന്ന ചർച്ചയാണത്. അപ്പൊ ആള് നമുക്ക് പറ്റില്ല, അച്ഛനെയും അമ്മേനെയും ചേട്ടനെയും കൂട്ടിട്ട് എന്റെ അങ്ങനെ എല്ലാരും വിളിച്ചത്. ധ്യാൻചേട്ടന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ദിലീപേട്ടനെ പോലെ ചെയ്ത സിനിമ. ദിലീപേട്ടന് കോമഡി അറിയാമോ? അറിയാമല്ലോ. മീൻസ് കോണ്ടാക്ട് ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ആദ്യമായിട്ടാണ് ദിലീപേട്ടനായിട്ട് കോമ്പിനേഷൻ ചെയ്യുന്നത്. വിനീതേട്ടനുണ്ട് ആ സിനിമയിൽ തുടങ്ങിയത്. ഞാനിപ്പോ ദിലീപേട്ടനോടെയാണ് അഭിനയിച്ചോണ്ടിരിക്കുന്നത്. ദിലീപേട്ടനോട് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിലാണ് ഞാനിപ്പോ ഞാൻ ഓൾറെഡി ഒരു ദിവസം ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമ ദിലീപേട്ടനോട് ബപ്പ. അത് എന്റെ കൂടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് എന്റെ അസോസിയേറ്റ് ആയിരുന്നു ധനഞ്ജയ് ഫാഹിമാണ് എഴുതുന്നത്. ജൂലൈ ഓഗസ്റ്റ് ഷൂട്ട്. അതാണ് ഇപ്പത്തെ അപ്ഡേറ്റ്.